January 22nd shift to 2025 question number 19 ലേക്ക് കിടക്കാം. Given below are two statements. Corrosion is an electrochemical phenomenon in which pure metal acts as an anode and impure metal acts as a cathode. The rate of corrosion is more in alkaline medium than in acidic medium. Statement 2 എന്തായാലും തെറ്റാണ്. കൊറോഷൻ അസിഡിക് മീഡിയത്തിലാണ് നടക്കുക. നിങ്ങൾ തന്നെ പഠിച്ചിട്ടുണ്ട് മക്കളെ, കൊറോഷനിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? Fe giving you Fe2 + 2 ഇലക്ട്രോൺ, പ്യുവർ മെറ്റൽ ഓക്സിഡൈസ്ഡ് ആവും. അവിടെ നിന്ന് വരുന്ന ഇലക്ട്രോൺ, അവിടെ നിന്ന് റിലീസ് ആവുന്ന ഇലക്ട്രോൺ അടുത്ത സ്ഥലത്ത് പോയി ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ഇൻ പ്രസൻസ് ഓഫ് അസിഡിക് മീഡിയം നമുക്ക് എന്ത് കിട്ടും? 2H2O കിട്ടും അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും സർ ഇതല്ല ആനോഡ് റിയാക്ഷൻ, പ്യുവർ മെറ്റൽ ആനോഡ് റിയാക്ഷൻ, ഇത് കാത്തോഡ് റിയാക്ഷൻ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ മെൻഷൻ ചെയ്യണം. കൊറോഷൻ ഇസ് ആൻ ഇലക്ട്രോകെമിക്കൽ ഫിനോമിനൻ ഇൻ വിച്ച് പ്യുവർ മെറ്റൽ ആക്ട് ആസ് ആനോഡ് ആൻഡ് ഇംപ്യുവർ മെറ്റൽ ആക്ട് ആസ് കാത്തോഡ്. മക്കളെ, നമുക്കിപ്പോൾ ഇങ്ങനൊരു മെറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ ഒരു പാതി പ്യുവറും മറ്റേ പാതി ഇംപ്യുവറും ആണെന്ന് വിചാരിക്കും. ഇംപ്യുവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയോ? ഇംപ്യുവർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ദ മെറ്റൽ ഇസ് 100% അത് പ്യുവർ മെറ്റൽ അല്ല, അതിൽ വേറെ എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ്, ഇപ്പോൾ കാർബൺ, ഇപ്പോൾ സ്റ്റീൽ ഇസ് ആക്ച്വലി an impure മെറ്റൽ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇംപ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പോൾ പ്യുവർ മെറ്റലും ഇംപ്യുവർ മെറ്റലും ഉണ്ടെങ്കിൽ എവിടെയാണ് റസ്റ്റിംഗ് നടക്കുക മക്കളെ? എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? പ്യുവർ മെറ്റലിൽ ഓക്സിഡേഷൻ നടക്കുക, ഇംപ്യുവറിൽ ഓക്സിഡേഷൻ നടക്കുമോ? ഇല്ലല്ലോ. പ്യുവർ മെറ്റലിൽ എവിടെയാണ് ഓക്സിഡേഷൻ നടക്കുക? അവിടെ നിന്നിട്ട് ഇലക്ട്രോൺസ് മറ്റേ സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുക അല്ലേ? എവിടെയാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഹയർ? പ്യുവർ മെറ്റലിൽ അവിടെയാണ്. മറ്റേത് കുറച്ചും കൂടി ഇനേർട്ടാണ്. ഇംപ്യുവർ മെറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു അലോയ്, അയണിൻ്റെ ഒരു അലോയ് എടുക്കുകയാണെന്ന് വിചാരിക്കാം, അവിടെ ഇത് നടക്കില്ലല്ലോ. അപ്പോൾ ബേസിക്കലി ഒരു മെറ്റലിൻ്റെ പീസ് എടുക്കുകയാണെങ്കിൽ ഒരു ഭാഗം പ്യുവറും മറ്റേ ഭാഗം ഇംപ്യുവറും ആണെങ്കിൽ പ്യുവർ സ്ഥലത്താണ് ഓക്സിഡേഷൻ നടക്കുക. അത് അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇംപ്യുവർ സൈഡിലേക്ക് പോകും. സോ പ്യുവർ സൈഡ് വിൽ ബി ആനോഡ്, മറ്റേ സൈഡ് വിൽ ബി കാത്തോഡ്. മനസ്സിലായോ? എന്നിട്ട് ആ കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ ഈ പറഞ്ഞ പോലെ ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+ ബേസിക്കലി വാട്ടർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇവിടെ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. റേറ്റ് ഓഫ് കൊറോഷൻ ഇസ് മോർ ഇൻ ആൽക്കലൈൻ മീഡിയം. നോ, റേറ്റ് ഓഫ് കൊറോഷൻ ഇസ് മോർ ഇൻ ആസിഡിക് മീഡിയം. അപ്പോൾ ഇത് തെറ്റാണ്. സോ 69th വണ്ണിൻ്റെ ആൻസർ വരാൻ പോകുന്നത് statement 1 is true but statement 2 is false. Statement 1 is true but statement 2 is false. ഏത് ടോപ്പിക്കാണ്, ഏത് ചാപ്റ്ററാണ്? ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്ററിൽ കൊറോഷൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ.